പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പെർമ്യൂട്ടേഷൻസ് എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷനും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളുമാണ്. പെർമ്യൂട്ടേഷൻസ് എന്ന് പറയുന്ന കാര്യത്തിലേക്ക് പോകുന്നതിന് മുൻപേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ചില എക്സാമ്പിൾസുകളൊന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവരിക. നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റിൽ തന്നെ നമ്മൾ ചെയ്ത കാര്യം റോസ് എന്ന് പറയുന്ന വേർഡിലെ ലെറ്ററുകൾ ഉപയോഗിച്ചുകൊണ്ട് മീനിങ് ഉള്ളതോ മീനിങ് ഇല്ലാത്തതോ ആയ 4 ലെറ്റർ വേർഡ്സുകളുടെ എണ്ണം കണ്ടെത്തിയിരുന്നു. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് റോസ് എന്ന് പറയുന്ന വേർഡിൽ ആകെ 4 ലെറ്ററേ ഉണ്ടായിരുന്നുള്ളൂ. ആ 4 ലെറ്ററും ഒരേ സമയം നമ്മൾക്ക് ഉപയോഗിക്കേണ്ടി വന്നു. കാരണം എന്താണ്? 4 ലെറ്റർ വേർഡ്സുകളാണ് നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യാനുണ്ടായിരുന്നത്. അങ്ങനെയുള്ള 4 ലെറ്റർ വേർഡ്സുകളുടെ എണ്ണമാണ് കണ്ടുപിടിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഒരേ സമയം തന്നെ എത്ര ഒബ്ജക്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ലെറ്ററുകൾ എന്ന് പറഞ്ഞാണ്. അപ്പോൾ എത്ര ഒബ്ജക്റ്റുകൾ അതിലുണ്ടായിരുന്നോ അതെല്ലാം ഒരേ സമയം നമ്മൾക്ക് മുഴുവനായി എടുക്കേണ്ടി വന്നു. എന്നാൽ നമ്മൾ മറ്റൊരു വേർഡ് നമ്പർ എന്ന് പറയുന്നൊരു വേർഡ്, ആ നമ്പർ എന്ന് പറയുന്ന വേർഡിലെ 3 ലെറ്ററുകൾ മാത്രം എടുത്തുകൊണ്ട് അതിനെ അറേഞ്ച് ചെയ്ത് എത്ര വ്യത്യസ്തമായ മീനിങ് ഉള്ളതോ മീനിങ് ഇല്ലാത്തതോ ആയ വേർഡ്സുകളുടെ എണ്ണം കണ്ടുപിടിക്കാം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മുൻപത്തെ വേക്കൻറ്റ് പ്ലേസ് ഫില്ലിംഗ് ആശയത്തിലൂടെ എന്ത് ചെയ്യാം? ആൻസർ കണ്ടെത്താം. പക്ഷെ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ പറഞ്ഞതിൽ നമ്പർ എന്ന് പറയുന്ന വേർഡിൽ ശരിക്കും എത്ര ലെറ്റർ ഉണ്ട്? NUMBER 6 ലെറ്ററുകളുണ്ട്. ഞാൻ പറഞ്ഞത് ഒരേ സമയം 3 ലെറ്ററുകൾ എടുത്ത് അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ചില ക്വസ്റ്റ്യൻസുകൾ വരുന്ന സമയത്ത് നമ്മൾ ഒബ്ജക്റ്റുകൾ അഥവാ ലെറ്റേഴ്സ് എന്ന് പറയുന്ന കാര്യം മുഴുവനായിട്ട് എടുക്കാറുണ്ട്, ചിലപ്പോൾ കുറച്ച് മാത്രമേ എടുക്കാറുള്ളൂ. ഇത് ലെറ്ററുകൾ തന്നെ ഒബ്ജക്റ്റുകളായിട്ട് വരികയെന്നില്ല. നമ്മളെല്ലാത്തിനും കോമൺ ആയിട്ട് പറയുമ്പോൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ആശയം പറയുന്നു എന്ന് മാത്രം. കാരണം 2 ഡിജിറ്റ് ഈവൺ നമ്പേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അവിടെ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിജിറ്റുകളാണ് ഒബ്ജക്റ്റ് ആയിട്ട് വരിക. കാരണം 1 2 3 4 5 എന്ന് പറയുന്നത് തന്നിട്ട് അതേ ഡിജിറ്റുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള 2 ഡിജിറ്റ് ഈവൺ നമ്പേഴ്സിന്റെ കാര്യമാണ് നിങ്ങളടുത്ത് അവിടെ ചോദിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു എക്സാമ്പിളിലേക്ക് പോകുമ്പോൾ ഡിജിറ്റുകളാണ് എന്തായിട്ട് വരിക? ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞ കാര്യമായിട്ട് വരിക. അപ്പം ഞാൻ ഇത്രയും പറഞ്ഞതിൽ നിന്നും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ അറേഞ്ച്മെന്റുകൾ നടത്തുമ്പോൾ ചിലപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഒബ്ജക്റ്റുകൾ മുഴുവനായിട്ട് എടുക്കും, ചിലപ്പോൾ കുറച്ച് മാത്രമേ എടുക്കാറുള്ളൂ. ഈ ഒരു ആശയത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷനും ആലോചിക്കേണ്ടത്. പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള മീനിങ് ഇത്രയേ ഉള്ളൂ, അറേഞ്ച്മെന്റ് എന്നാണ്. എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുക? ചിലപ്പോൾ എല്ലാ ഒബ്ജക്റ്റുകളും എടുക്കും, ചിലപ്പോൾ കുറച്ച് ഒബ്ജക്റ്റുകൾ മാത്രമേ എടുക്കുകയുള്ളൂ. എന്തായാലും പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷൻ ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ആ ഡെഫിനിഷൻ വായിച്ച് നോക്കിയാൽ ബുദ്ധിമുട്ടൊന്നും വരാൻ സാധ്യതയില്ല. എന്തായാലും നമുക്ക് ഡെഫിനിഷനിലൂടെ തന്നെ ഒന്ന് പോയി നോക്കാം. എല്ലാവരും അവിടേക്കൊന്ന് ശ്രദ്ധിക്കൂ. എ പെർമ്യൂട്ടേഷൻ ഈസ് ആൻ അറേഞ്ച്മെന്റ് ഇൻ എ ഡെഫിനിറ്റ് ഓർഡർ ഓഫ് എ നമ്പർ ഓഫ് ഒബ്ജക്ട്സ് ടേക്കൺ സം ഓർ ഓൾ അറ്റ് എ ടൈം. അതായത് ഒബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് ചിലപ്പോൾ മുഴുവൻ എടുത്തുകൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് മാത്രം എടുത്തുകൊണ്ടോ ഒരു പ്രത്യേക ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞ ആശയം പറയുന്നത്. ഈ ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഡെഫിനിറ്റ് ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ക്വസ്റ്റിനിലേക്ക് പോകുമ്പോൾ അതിൻ്റെ രീതിയിലുള്ള ഓർഡറുകൾ വേണ്ടിയിരിക്കും. സിഗ്നൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഓർഡർ ഞാൻ പറഞ്ഞു തന്നിരുന്നത്? ഒന്നിൻ്റെ താഴെ മറ്റൊന്ന് എന്ന് പറഞ്ഞ രീതിയിൽ വേണം എന്ത് ചെയ്യാൻ? അറേഞ്ച് ചെയ്യാൻ. ഈവൺ നമ്പേഴ്സിൻ്റെ കാര്യത്തിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞു യൂണിറ്റ് പ്ലേസ് ഫില്ല് ചെയ്തിട്ട് 10th പ്ലേസിലേക്ക് പോകണം, അതിനുശേഷം 100th പ്ലേസിലേക്ക് പോകണം എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഓരോ എക്സാമ്പിൾസിലേക്ക് പോകുമ്പോൾ അവിടെ എന്ത് വരുന്നുണ്ട്? അതിൻ്റെതായ ഓർഡറുകൾ അവിടെ വരുന്നുണ്ട്. അതാണ് ഡെഫിനിറ്റ് ഓർഡർ എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ട് അവർ അർത്ഥമാക്കിയിരിക്കുന്നത്. ചുരുക്കത്തിൽ ഇത്ര വിചാരിച്ചാൽ മതി. നിങ്ങൾ ഒബ്ജക്റ്റുകളെല്ലാം ഒരേ സമയം എടുത്തുകൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് മാത്രം എടുത്തുകൊണ്ടോ ഒരു പ്രത്യേക ഓർഡറിൽ അറേഞ്ച്മെന്റ് നടത്തുന്നതിനെയാണ് പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്ന ആശയം പറയുന്നത്. ഈ പെർമ്യൂട്ടേഷൻ നമ്മൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അറേഞ്ച്മെന്റ് ചെയ്യുമ്പോൾ 2 രീതിയിൽ നമ്മൾക്ക് കാര്യങ്ങൾ വരാം. ഒന്ന്, പെർമ്യൂട്ടേഷൻ നടത്താൻ വേണ്ടി നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒബ്ജക്റ്റുകളെല്ലാം വ്യത്യസ്തമായിരിക്കാം, അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റുകളിൽ ആവർത്തനം വരുന്ന രീതിയിലുള്ളത് കാണാം. ചെറിയൊരു എക്സാമ്പിൾ ഞാൻ സൂചിപ്പിക്കട്ടെ. റോസ് എന്ന് പറഞ്ഞ വേർഡ് ഞാൻ പറഞ്ഞു, അതിലെല്ലാ ലെറ്ററുകളും വ്യത്യസ്തമാണ്. നമ്പർ എന്ന് പറയുന്ന ഒരു വേർഡ് എടുക്കുക,
എല്ലാ ലെറ്ററുകളും വ്യത്യസ്തമാണ്. എന്നാൽ മലയാളം എന്ന് പറയുന്ന ഒരു വേർഡ് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ലെറ്ററുകൾ ആവർത്തിച്ച് വരുന്നത് കാണാം. അത്തരം രീതിയിലുള്ള വേർഡ്സുകളുടെ ലെറ്ററുകൾ എടുത്തുകൊണ്ടുള്ള അറേഞ്ച്മെന്റ് എങ്ങനെയാണ് കണ്ടെത്തുക, അല്ലാത്ത രീതിയിലുള്ള വേർഡ്സുകളുടെ ലെറ്ററുകൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അറേഞ്ച്മെന്റ് നടത്താം, ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് എന്ത് വരാം, പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞ കാര്യം കയറി വരാം. അപ്പോൾ ഒബ്ജക്റ്റുകളിൽ ആവർത്തനം വരുന്ന രീതിയിലും പെർമ്യൂട്ടേഷൻ നമുക്ക് ചെയ്യാനുണ്ട്, അല്ലാത്ത രീതിയിലും നമുക്ക് പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞ ആശയം ചെയ്യുവാനുണ്ട്. ഇനി നമുക്ക് ഓരോ കാര്യത്തിലേക്കായിട്ടൊന്ന് പോയി നോക്കാം. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പെർമ്യൂട്ടേഷൻസ് വെൻ ഓൾ ദ ഒബ്ജക്ട്സ് ആർ ഡിസ്റ്റിങ്ക്റ്റ്. നിങ്ങൾക്ക് തരുന്ന ഒബ്ജക്റ്റുകളിൽ എല്ലാ ഒബ്ജക്റ്റുകളും വ്യത്യസ്തമായി നിൽക്കുന്ന രീതിയിലുള്ള പെർമ്യൂട്ടേഷൻസുകളാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുക. അവിടെ ഈ ഒരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ തൊട്ട് താഴെ നിങ്ങളൊരു തിയറം ഒക്കെ എഴുതി കാണാം. അവിടെ ഒരു ഫോർമുല പോലെ ഒരു കാര്യമൊക്കെ കയറി വരുന്നുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്ന എന്താണെന്ന് നമുക്ക് ആദ്യം പറയാം. അതിനുശേഷം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള എക്സാമ്പിൾസുകൾ എങ്ങനെ ഇത് ഉപയോഗിച്ചുകൊണ്ട് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ തിയറത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കൂ. ദ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഓഫ് n ഡിഫറെന്റ് ഒബ്ജക്ട്സ് ടേക്കൺ ആർ അറ്റ് എ ടൈം. ആകെ n ഒബ്ജക്റ്റുകളാണ് നമ്മുടെ കയ്യിലുള്ളത്. അതിൽ ഒരേ സമയം നമ്മൾ എടുക്കുന്നത് 6 ഒബ്ജക്റ്റ് ആണ് എടുക്കുന്നത്. വേർ 0 ലെസ് ദാൻ ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. ആർ എന്ന് പറയുന്നത് ചിലപ്പോൾ എന്താവാം, 0ന്റെ മുകളിലാവാം. അതായത് ഒരെണ്ണം മാത്രം എടുക്കാം, അല്ലെങ്കിൽ 2 എണ്ണം മാത്രം എടുക്കാം, അല്ലെങ്കിൽ 3 എണ്ണം മാത്രം എടുക്കാം, അല്ലെങ്കിൽ മുഴുവനായിട്ടും എടുക്കാം. അതാണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു n എന്ന് പറഞ്ഞാലുള്ള മീനിങ് വരുന്നത്. അപ്പോൾ ആർ എന്ന് പറയുന്നത് മുഴുവനായിട്ട് എടുക്കാം, അല്ലെങ്കിൽ കുറച്ച് മാത്രമായിട്ടും എടുക്കാം. ഓക്കെ, ആൻഡ് ദ ഒബ്ജക്ട്സ് ഡു നോട്ട് റിപ്പീറ്റ്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഒബ്ജക്റ്റുകൾക്ക് റിപ്പീറ്റേഷൻ വരാൻ പാടില്ല. അങ്ങനെയുള്ള അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഇൻറ്റു എക്സെട്ര n മൈനസ് ആർ പ്ലസ് 1 എന്ന് പറഞ്ഞ കാര്യത്തിന് ഈക്വൽ ആയിരിക്കും. ഇത് ശരിക്കും നമ്മൾ ചെയ്ത് കഴിഞ്ഞതാണ്, വേക്കൻറ്റ് പ്ലേസ് ഫില്ലിങ്ങിലൂടെയാണ് നമ്മൾ ചെയ്തത് എന്ന് മാത്രം. എന്തായാലും അത് എക്സാമ്പിളിലൂടെ കണക്ട് ചെയ്ത് പറയാം. ഈ പറയുന്ന കാര്യത്തിനെ ഡിനോട്ട് ചെയ്യുന്നത് NPR എന്ന് പറയുന്നതാണ്. അപ്പോൾ NPR എന്ന് പറയുന്നതിന്റെ മീനിങ് എന്താണ്? പെർമ്യൂട്ടേഷൻ ഓഫ്, പി എന്ന് പറഞ്ഞാൽ പെർമ്യൂട്ടേഷൻ, പെർമ്യൂട്ടേഷൻ ഓഫ് n ഡിഫറെന്റ് ഒബ്ജക്ട്സ് ടേക്കൺ ആർ അറ്റ് എ ടൈം. അതാണ് NPR കൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ NPR എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആയിരിക്കും? n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഇൻറ്റു എക്സെട്ര n മൈനസ് ആർ പ്ലസ് 1. ഇത് കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഒബ്ജക്റ്റുകൾ റിപ്പീറ്റ് ചെയ്യരുത് എന്ന് ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരിക്കണം. കൂടാതെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന വേർഡിലെ ലെറ്ററുകളൊന്നും ആവർത്തനം വരാൻ പാടുകയുമില്ല. ഓക്കെ, ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റോസ് എന്ന് പറഞ്ഞ വേർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് 4 ലെറ്റർ വേർഡ്സുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരുന്നു. അവിടെ നമ്മൾ ചെയ്തിരുന്ന ഒരു ഐഡിയ, 4 വേക്കൻറ്റ് പ്ലേസ് കൊടുത്ത് അതിൽ ആവർത്തനം പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ആദ്യത്തെ ബോക്സ് ഫില്ല് ചെയ്യാൻ നമ്മൾക്ക് 4 ലെറ്ററുകൾ ഉണ്ടായിരുന്നു. അടുത്ത ബോക്സ് ഫില്ല് ചെയ്യാൻ 3 ലെറ്ററേ ഉള്ളൂ, അടുത്തതിലേക്ക് പോകുമ്പോൾ 2 ലെറ്ററേ ഉള്ളൂ, അടുത്തതിലേക്ക് പോകുമ്പോൾ 1 ലെറ്ററേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇതേ കാര്യം തന്നെയാണ് അവിടെയും കയറി വരിക. എന്നിട്ട് നമ്മൾ വേർഡ്സിന്റെ എണ്ണം എങ്ങനെ കണ്ടുപിടിച്ചത്? ഇതിന്റെ എല്ലാം മൾട്ടിപ്ലിക്കേഷൻ എടുത്തു. 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അവിടെ ആൻസർ എഴുതി കൺക്ലൂഡ് ചെയ്തത്. ഇതേ ഒരു അവസ്ഥ തന്നെയാണ് അവിടെയും വരിക. ഇപ്പൊ നമ്മൾ എഴുതിയതിലേക്ക് ഇതിനെ ഒന്ന് കണക്ട് ചെയ്യുമ്പോൾ റോസ് എന്ന് പറയുന്ന വേർഡ്, ഇതിൽ എത്ര ലെറ്ററുകൾ ഉണ്ടാകെ? 4 എണ്ണം ഉണ്ട്. അതാണ് n എന്ന് പറഞ്ഞ ആശയമായിട്ട് വരിക. ഒരേ സമയം നമ്മൾ എടുക്കുന്ന ഒബ്ജക്റ്റുകളുടെ എണ്ണമാണ് 6 ആയിട്ട് വരിക. 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 4 തന്നെയാണ്. കാരണം 4 ലെറ്റർ വേർഡ്സുകളാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ 6 എന്ന് പറഞ്ഞാൽ എന്താണ്? 4 ആണ് വരിക. നമുക്ക് ഇപ്പൊ നമ്മൾ എഴുതിയ ആശയപ്രകാരം അപ്പൊ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിൽ കണ്ടുപിടിക്കാനുണ്ടായിരുന്നത് എന്താണ്? 4P4 എന്ന് പറയുന്ന കാര്യമാണ് കണ്ടുപിടിക്കാൻ ഉണ്ടായിരുന്നത്. വേക്കൻറ്റ് പ്ലേസ് ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ എഴുതിയിരിക്കുന്ന കാര്യം എന്താ? 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1. നിങ്ങൾ ഈ ഫോർമുലയിലേക്ക് n എന്ന് പറയുന്നത് 4 ആണ്. 4 അപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ആദ്യം 4 വരും, അടുത്തത് 4 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 3 വരും, 4 മൈനസ് 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 വരും, 4 മൈനസ് 3 എന്ന് പറഞ്ഞാൽ 1 വരും. അത്രയും വരെ ആണ് എഴുതേണ്ടി വരുള്ളൂ. അപ്പോൾ അത് എങ്ങനെയാണ് എഴുതിയിട്ടത് കൺക്ലൂഡ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ലാസ്റ്റ് നിൽക്കുന്ന ആളെ ഒന്ന് ശ്രദ്ധിക്കുക. n എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു എക്സാമ്പിൾ 4 ആണ്, മൈനസ് r എന്ന് പറയുന്നത് ഈ ഒരു എക്സാമ്പിൾ 4 ആണ്, പ്ലസ് 1. ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്ന എത്രയാണ്? 1 ആണ് കിട്ടുക. അപ്പോൾ 1 വരെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ? n-ൽ നിന്ന് അടുത്ത n മൈനസ് 1ലേക്ക് പോവുക, അടുത്ത n മൈനസ് 2ലേക്ക് പോവുക, അങ്ങനെ 1ലേക്ക് പോവുക എന്ന് പറഞ്ഞ ആശയം വരുന്നത്. അപ്പോൾ n ഇവിടെ 4 ആയതുകൊണ്ട് ആദ്യം 4 എഴുതുക, പിന്നെ 3 എഴുതുക, പിന്നെ 2 എഴുതുക, പിന്നെ 1 എഴുതുക. അവിടെ അത് കൺക്ലൂഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ
ഈ വേക്കൻറ്റ് പ്ലേസ് ഫില്ലിംഗ് എന്ന് പറയുന്ന ആശയം തന്നെയാണ് എവിടെ കയറി വരുന്നത്, നമ്മളിപ്പോൾ പറഞ്ഞ തിയറത്തിലും കയറി വരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിന് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണിത്. ഒബ്ജക്ട്സ് ഡു നോട്ട് റിപ്പീറ്റ് എന്ന് പറയുന്ന കാര്യം. ഒബ്ജക്റ്റുകളിൽ ആവർത്തനം പാടില്ല. നമ്മൾ ഇത് ഫില്ല് ചെയ്യുമ്പോൾ തന്നെ ഒബ്ജക്റ്റുകളിൽ ആവർത്തനം ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്ത് പറയും, എല്ലാ ബോക്സും നമുക്ക് 4 രീതിയിൽ ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ 4x4x4x4 എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എഴുതാറുള്ളത്. ഇവിടെ ആ ഒരു കേസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല, അത് അടുത്ത സെക്ഷനായിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത്ര കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഒന്നാമത്തെ തിയറം ഉപയോഗിച്ചുകൊണ്ടാണ് ആൻസർ കണക്ട് ചെയ്യുക. ഈ പറഞ്ഞ കാര്യത്തിന് തന്നെ NPR എന്ന് പറയുന്ന ഈ ഒരു കാര്യത്തിന് തന്നെ നമ്മൾ പുതിയ ഒരു ഡെഫിനിഷൻ പഠിക്കും. ആ ഡെഫിനിഷനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു ഫോർമുല ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ചോദ്യം മുൻപിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ആ ഫോർമുല ഉപയോഗിച്ചുകൊണ്ടാണ് അത് സോൾവ് ചെയ്യുക. അത് നമ്മളിപ്പോൾ ഈ പറഞ്ഞതിനെക്കാട്ടിലൊക്കെ എളുപ്പത്തിൽ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അടുത്തൊരു ഡെഫിനിഷനാണ് ഫാക്ടോറിയൽ നൊട്ടേഷൻ. നമുക്കിതുവരെ അറിയാത്തൊരു കാര്യമാണ് ഫാക്ടോറിയൽ നൊട്ടേഷൻ. ഈ ഫാക്ടോറിയൽ നൊട്ടേഷനിൽ ആദ്യം നമുക്ക് പറയുവാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ എന്ന് പറയുന്ന കാര്യമാണ്. n ഫാക്ടോറിയൽ എന്ന് പറയുന്ന കാര്യം ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 1 × 2 × 3 × etc n-1 × n. അതായത് 1 മുതൽ n വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷനാണ് എന്ത് വരുന്നത്, n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞ കാര്യം വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, 7 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 × 2 × 3 × 4 × 5 × 6 × 7. അതായത് 1 മുതൽ 7 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് എല്ലാം എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. 6 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്ത് വരും, 1 × 2 × 3 × 4 × 5 × 6. 6 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 മുതൽ 6 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ഏത് ഫാക്ടോറിയൽ നൊട്ടേഷൻ തന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇപ്പോൾ 8 ഫാക്ടോറിയൽ ആണെങ്കിൽ 1 മുതൽ 8 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ. 6 ഫാക്ടോറിയൽ ആണ് തരുന്നതെങ്കിൽ 1 മുതൽ 6 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ. ഈ പറഞ്ഞ കാര്യത്തിനെ നമുക്ക് മറ്റൊരു രീതിയിലും കണക്ട് ചെയ്യാം. ഇവിടേക്കൊന്ന് ശ്രദ്ധിക്കും നിങ്ങൾ. 6 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 × 2 × 3 × 4 × 5 × 6 ആണ്. ഞാൻ ഇതിനെ മറ്റൊരു രീതിയിൽ എഴുതുകയാണ്, 5 ഫാക്ടോറിയൽ × 6 എന്ന് പറഞ്ഞ എഴുതാണ്. ശരിയല്ലേ? 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 മുതൽ 5 വരെ മൾട്ടിപ്ലൈ ചെയ്യും. അതിനോടുകൂടി 6 കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായി, 6 ഫാക്ടോറിയൽ ആയി. ഇതിനെ മറ്റൊരു രീതിയിൽ കണക്ട് ചെയ്യാം, 4 ഫാക്ടോറിയൽ × 5 × 6. 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 മുതൽ 4 വരെ, 5 മൾട്ടിപ്ലൈ ചെയ്യുന്നു, 6 മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ തുടർച്ചയായിട്ട് 1 മുതൽ 6 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ വരുന്നു. അതുകൊണ്ട് അതെന്താണ്, 6 ഫാക്ടോറിയലിന് തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് n ഫാക്ടോറിയൽ എന്ന് പറയുന്നതിനെ 1 മുതൽ n വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. അതിനെ നമുക്ക് n-1 ഫാക്ടോറിയൽ × n എന്ന് പറഞ്ഞ് ചിന്തിക്കാം. അല്ലെങ്കിൽ n-2 ഫാക്ടോറിയൽ × n-1 × n എന്ന് പറഞ്ഞ് ചിന്തിക്കാം. കാരണം n-2 ഫാക്ടോറിയൽ പറഞ്ഞാൽ 1 മുതൽ n-2 വരെ, കൂടാതെ n-1 മൾട്ടിപ്ലൈ ചെയ്യുന്നു, n കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 1 മുതൽ n വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ വരും. അതായത് എന്തിനു തുല്യമാണ്, n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞ കാര്യത്തിന് തുല്യമാണ്. ഇനി ഈ സെക്ഷനുമായി കണക്റ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ആ ക്വസ്റ്റ്യൻസുകളിലേക്ക് പോകുന്നതിന് മുൻപേ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർമ്മയിൽ വെക്കുക. 0 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 1 എന്ന് പറഞ്ഞാണ് എടുക്കാറുള്ളത്. അത് ഡിഫൈൻഡ് ആയി കിടക്കുന്നത്, അങ്ങനെയാണ് ഡിഫൈൻഡ് ആയിട്ട് കിടക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾക്ക് ചോദ്യങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. 3 ചോദ്യങ്ങളാണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. ആദ്യം 5 ഫാക്ടോറിയൽ എന്ന് പറയുന്ന വാല്യൂ കണ്ടുപിടിക്കണം. അടുത്തത് 7 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞ വാല്യൂ കണ്ടുപിടിക്കണം. അടുത്തത് 7 ഫാക്ടോറിയൽ മൈനസ് 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞ ആശയം കണ്ടുപിടിക്കണം. ഇതിൽ 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 × 2 × 3 × 4 × 5. മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഡോട്ട് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ രീതിയിലാണ് നമ്മൾ വിചാരിക്കേണ്ടത്. ഓക്കെ, 1 മുതൽ 5 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 120. സയന്റിഫിക് കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ അതിൽ തന്നെ ഫാക്ടോറിയൽ നേരിട്ട് കണ്ടുപിടിക്കാനുള്ള കീകളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് 5 ഫാക്ടോറിയൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ 120 കിട്ടും. അങ്ങനെയും എന്ത് ചെയ്യാം, 120 എന്ന് പറഞ്ഞ ആൻസറിലേക്ക് എത്താം. ഓക്കെ, 7 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 × 2 × 3 × 4 × 5 × 6 × 7. 7 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 5040. അപ്പോൾ 7 ഫാക്ടോറിയലും കിട്ടി, ഇപ്പോൾ നമുക്ക് 5 ഫാക്ടോറിയലും കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 5040 മൈനസ് 120 which is equal to 4920. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. 7 ഫാക്ടോറിയൽ ബൈ 5 ഫാക്ടോറിയൽ എന്ന് പറയുന്ന കാര്യം കമ്പ്യൂട്ട് ചെയ്യണം. അതുപോലെ തന്നെ 12 ഫാക്ടോറിയൽ ബൈ 10 ഫാക്ടോറിയൽ × 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞ ആശയം കണ്ടുപിടിക്കണം. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റിലേക്ക് ഒന്ന് പോകാം.
7 ഫാക്ടോറിയൽ ബൈ 5 ഫാക്ടോറിയൽ. ഈ 7 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 മുതൽ 7 വരെ മൾട്ടിപ്ലൈ ചെയ്യുക. ഇതിങ്ങനെ നീട്ടി വലിച്ച് 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു എന്ന് പറഞ്ഞാൽ എഴുതണ്ട. നമുക്ക് ഈ 7 ഫാക്ടോറിയൽ എന്ന് പറയുന്നതിനെ ഈ ഒരു രീതിയിൽ ചിന്തിക്കാം. 5 ഫാക്ടോറിയൽ ഇൻറ്റു 6 ഇൻറ്റു 7 എന്ന് പറഞ്ഞ് ചിന്തിക്കാം. ഡിവൈഡഡ് ബൈ താഴെ എന്തുണ്ട് 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞ കാര്യമുണ്ട്. 5 ഫാക്ടോറിയലും 5 ഫാക്ടോറിയലും ക്യാൻസൽ ചെയ്യാം. 6 ഇൻറ്റു 7 എന്ന് പറഞ്ഞാൽ ആൻസർ എന്ത് വരുന്നു? 42 വരുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ 12 ഫാക്ടോറിയൽ ബൈ 10 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. തൊട്ട് മുകളിൽ നമ്മൾ ചിന്തിച്ച അതേപോലെ തന്നെ 12 ഫാക്ടോറിയലിനെ 10 ഫാക്ടോറിയൽ ഇൻറ്റു 11 ഇൻറ്റു 12 ഡിവൈഡഡ് ബൈ 10 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. 10 ഫാക്ടോറിയലും 10 ഫാക്ടോറിയലും ക്യാൻസൽ ചെയ്യാം. ബാക്കി നിൽക്കുന്നത് 11 ഇൻറ്റു 12 ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 2. 2 എന്ന് പറയുന്നത് 12ൽ 6 ടൈംസ് ആണ്. അപ്പോൾ 11 ഇൻറ്റു 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 66 കിട്ടുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കുക. ഈ സെക്ഷനിൽ നിന്ന് എക്സാമിനേഷന് വന്നു കഴിഞ്ഞിട്ടുള്ള ഒരു മോഡൽ ചോദ്യമാണ് ഇപ്പം നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. മറ്റു ചോദ്യങ്ങൾക്കൊന്നും അത്ര വലിയ പ്രാധാന്യമില്ല, അതങ്ങനെ ചോദിച്ച് കണ്ടിട്ടുമില്ല. ഓക്കെ, അപ്പോൾ ഇതൊന്നും നമുക്ക് ഉറക്കിയത് നോക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 1/8 ഫാക്ടോറിയലും 1/9 ഫാക്ടോറിയലും ആഡ് ചെയ്താൽ x/10 ഫാക്ടോറിയലിന് തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ തന്ന കണ്ടീഷൻ നമ്മൾ ആദ്യം എടുക്കുകയാണ്. 1/8 ഫാക്ടോറിയൽ പ്ലസ് 1/9 ഫാക്ടോറിയൽ ഈക്വൽ ടു x/10 ഫാക്ടോറിയൽ. ഇനി നിങ്ങൾ ഇതിൻ്റെ ഡിനോമിനേറ്ററിലൂടെ ഒന്ന് ഒബ്സർവ് ചെയ്യുമ്പോൾ ഇതിൽ ഏറ്റവും ചെറിയ ഫാക്ടോറിയൽ നൊട്ടേഷൻ എന്ന് പറഞ്ഞ കാര്യം വരുന്നത് 8 ഫാക്ടോറിയലാണ്. കാരണം ഈ 8 ഫാക്ടോറിയലുമായി കണക്ട് ചെയ്തുകൊണ്ട് 9 ഫാക്ടോറിയലിനെയും എഴുതാം, 10 ഫാക്ടോറിയലിനെയും എഴുതാം. എങ്ങനെയാണ് എഴുതുന്നത്? 1/8 ഫാക്ടോറിയൽ അതുപോലെ എഴുതി. 1/9 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 8 ഫാക്ടോറിയൽ ഇൻറ്റു 9 തുല്യമാണ്. അതുപോലെ തന്നെ x/10 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 8 ഫാക്ടോറിയൽ ഇൻറ്റു 9 ഇൻറ്റു 10 എന്ന് പറയുന്നതിന് തുല്യമാണ്. ഡിനോമിനേറ്ററിലെല്ലാം 8 ഫാക്ടോറിയൽ എന്ന് പറയുന്ന ആശയം കാണാം. നിങ്ങൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ 8 ഫാക്ടോറിയൽ എന്ന് പറയുന്ന ആശയം അവിടെ ക്യാൻസൽ ആയിട്ട് പോകും. അതിൻ്റെ കാരണം ഇവിടെ കോമൺ ആയിട്ട് 8 ഫാക്ടോറിയൽ താഴെ വരും. ഈ 8 ഫാക്ടോറിയൽ ഡിവിഷൻ ആണ്, ഇങ്ങോട്ട് വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. രണ്ടും തമ്മിൽ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളത് കൊണ്ടാണ് അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ 8 ഫാക്ടോറിയൽ എന്ന് പറയുന്ന കാര്യം നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ബാക്കി എന്താ വരിക? 1/1 പ്ലസ് 1/9 ഈക്വൽ ടു x/90. 8 ഫാക്ടോറിയൽ മാത്രമാണ് നമ്മളിവിടെ നെഗ്ലക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 ഇൻറ്റു 9 9 പ്ലസ് 1 ഇൻറ്റു 1 1 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 9 9 ഈക്വൽ ടു x/90. അതായത് 10/9 ഈക്വൽ ടു x/90. നമുക്ക് വേണ്ടത് x എന്ന് പറഞ്ഞ ആശയം കണ്ടുപിടിക്കുകയാണ്. ഇംപ്ലൈസ് x ഇൻറ്റു 9 ഈക്വൽ ടു 10 ഇൻറ്റു 90. അതായത് x is equal to 10 into 90/9. 90 എന്ന് പറയുന്നതിൽ 10 ടൈംസ് ആണ്. 10 into 10 എന്ന് പറയുന്നത് 100 ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 100 ആയിരിക്കും. തൊട്ട് മുന്നേ നമ്മൾ ചെയ്ത അതേ രൂപത്തിലുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആ കണ്ടീഷൻ അതുപോലെ ഒന്ന് എഴുതുന്നു. 1/6 ഫാക്ടോറിയൽ പ്ലസ് 1/7 ഫാക്ടോറിയൽ ഈക്വൽ ടു x/8 ഫാക്ടോറിയൽ. ഏറ്റവും ചെറിയ ഫാക്ടോറിയൽ നൊട്ടേഷൻ എന്ന് പറയുന്നത് 6 ഫാക്ടോറിയൽ ആണ്. അപ്പോൾ നമ്മൾ എല്ലാത്തിനെയും 6 ഫാക്ടോറിയലിലേക്ക് കണക്ട് ചെയ്യാണ്. 1/6 ഫാക്ടോറിയൽ പ്ലസ് 1/6 ഫാക്ടോറിയൽ ഇൻറ്റു 7 ഈക്വൽ ടു x/6 ഫാക്ടോറിയൽ ഇൻറ്റു 7 ഇൻറ്റു 8. അപ്പോൾ നമുക്ക് എന്തായി? അത് 8 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞ ആശയമായി. തൊട്ട് മുന്നത്തെ ചോദ്യത്തിൽ ചെയ്ത പോലെ അവിടെ 8 ഫാക്ടോറിയൽ നെഗ്ലക്ട് ചെയ്തതുപോലെ ഇവിടെ എന്ത് ചെയ്യുക? 6 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞ കാര്യം നെഗ്ലക്ട് ചെയ്യുക. അപ്പോൾ ബാക്കി വരുന്നത് 1/1 പ്ലസ് 1/7 ഈക്വൽ ടു x/56. അതായത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 7 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 7. 1 ഇൻറ്റു 7 7 വരും. 1 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 1 വരും. 1 ഇൻറ്റു 7 എന്ന് പറഞ്ഞാൽ 7 വരും. ഈക്വൽ ടു x/56. അതായത് 8/7 ഈക്വൽ ടു x/56. ഇവിടെ നിന്നും നമ്മൾ x എന്ന് പറഞ്ഞ കാര്യം എഴുതിയാൽ ശരിക്കും 7x എന്ന് പറയുന്നതാണ് 8 ഇൻറ്റു 56 വരിക. അപ്പോൾ 8 ഇൻറ്റു 56 എന്ന് പറയുന്നതിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലിക്കേഷൻ വരും. ഇത് 7 ഇൻറ്റു x ആണ് വരിക. നമ്മൾ എഴുതുന്നത് x എന്ന് പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ 7 എന്ത് വരും? ഡിവിഷനിലേക്ക് പോകും. 7 എന്ന് പറയുന്നത് 56ലെ 8 ടൈംസ് ആണ്. 8 ഇൻറ്റു 8 എന്ന് പറയുന്നത് 64. അടുത്തതായി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡെറിവേഷൻ ഓഫ് ദ ഫോർമുല ഫോർ NPR. തൊട്ട് മുന്നേ നമ്മൾ ഫാക്ടോറിയൽ നൊട്ടേഷൻ എന്ന് പറഞ്ഞൊരു കാര്യം പഠിച്ചു കഴിഞ്ഞു. ആ ഫാക്ടോറിയൽ നൊട്ടേഷനുമായി കണക്ട് ചെയ്തുകൊണ്ട് NPR എന്ന് പറയുന്നതിന് ഫോർമുല ക്രിയേറ്റ് ചെയ്യാം.
ആ ഫോർമുലയാണ് നിങ്ങൾ ബോർഡിലേക്ക് നോക്കുമ്പോൾ കാണുന്നത്. എൻ പി ആർ ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ ബൈ എൻ മൈനസ് ആർ ഫാക്ടോറിയൽ കോമ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ. ഇതിന്റെ തന്നെ രണ്ട് പർട്ടിക്കുലർ കേസുകളാണ് താഴെ എഴുതിയിരിക്കുന്നത്. എൻ പി എൻ എന്ന് പറഞ്ഞാൽ എൻ ഫാക്ടോറിയൽ ആണ്, എൻ പി 0 എന്ന് പറയുന്നത് 1 ആണ്. ഇത് ശരിക്കും രണ്ട് ഷോർട്ട് കട്ട് ഐഡിയകളായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. ഇവിടെയും ഇവിടെയും ഒരേ നമ്പറുകളാണ് വരുന്നതെങ്കിൽ അതിന്റെ ഫാക്ടോറിയൽ ആണ് ആൻസർ ആയിട്ട് വരിക. എൻ എന്ന് പറയുന്നതിന്റെ പൊസിഷനിൽ ഏത് നമ്പർ വന്നു കഴിഞ്ഞാലും സഫിക്സിൽ 0 ആണ് വരുന്നതെങ്കിൽ ആൻസർ എല്ലായ്പ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. അതായത് 12p0 1 ആണ്, 5p0 1 ആണ്, 6p0 1 ആണ്. ഉണ്ടോ? ഈ എന്നിന്റെ പൊസിഷനിലെ നമ്പറുകൾ മാറിയാലും സഫിക്സിൽ 0 വന്നാൽ എപ്പോഴും ആൻസർ 1 ആണ്. 7p7 7 ഫാക്ടോറിയലിന് തുല്യമാണ്. 11p11 11 ഫാക്ടോറിയലിന് തുല്യമാണ്. അതൊക്കെ ഇതിന്റെ പർട്ടിക്കുലർ കേസ് ആണ്. അപ്പോൾ ഇത് അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു രീതിയിൽ പെട്ടെന്ന് കണക്ട് ചെയ്തുകൊണ്ട് ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഫോർമുല അടക്കം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എൻ പി ആർ ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ ബൈ എൻ മൈനസ് ആർ ഫാക്ടോറിയൽ. ഇത് ഫാക്ടോറിയൽ നൊട്ടേഷനുമായി കണക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ്. തൊട്ട് മുന്നേ നമ്മൾ ഒരു കാര്യം പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. എൻ പി ആർ ഈക്വൽ ടു എൻ ഇൻറ്റു എൻ മൈനസ് 1 ഇൻറ്റു എൻ മൈനസ് 2 ഇൻറ്റു എക്സെട്ര എൻ മൈനസ് ആർ പ്ലസ് 1 എന്ന് പറഞ്ഞ കാര്യം. ഇത് സിംപ്ലിഫൈ ചെയ്താൽ കിട്ടുന്നതും ഇതേ ഒരു കാര്യത്തിലേക്ക് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഡെറിവേഷൻ എന്ന് പറയുന്ന ഒരു ആശയം നമ്മൾ തിയറി സെക്ഷനായിട്ട് വരുന്നതാണ്. അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്തത് കൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നില്ല. എന്തായാലും ഒരു കാര്യം നിങ്ങൾ ഓർമ്മയിൽ വെക്കുക. ഈ എൻ പി ആർ എന്ന് പറയുന്നത് ഈ ഒരു ഫോർമുലയാണ് നമ്മൾ തിയറം 1 പഠിച്ചു കഴിഞ്ഞിരിക്കുന്നത്. അതേ കാര്യം തന്നെയാണ് ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടുന്നത്. അടുത്ത രണ്ടാമത്തെ തിയറത്തിലേക്ക് പോവാണ്. ഈ രണ്ടാമത്തെ തിയറത്തിൽ പറയുന്ന കാര്യം, നമ്മൾ എടുക്കുന്ന എൻ ഒബ്ജക്റ്റുകൾ എല്ലാം ഡിഫറൻ്റ് ആയിരിക്കണം. കൂടാതെ ക്വസ്റ്റ്യൻസുകളിൽ റിപ്പീറ്റേഷൻ അലൗഡ് ആണ് എന്ന് പറഞ്ഞ് തന്നിട്ട് പെർമ്യൂട്ടേഷൻ കണ്ടെത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ കണക്ട് ചെയ്യണം എന്ന കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ തിയറം നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. The number of permutation of n different objects taken are at a time where repetition is allowed is n raised to r. നിങ്ങൾ ഒന്നാമത്തെ തിയറത്തിൽ എന്ത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്? n വ്യത്യസ്ത ഒബ്ജക്റ്റിൽ നിന്ന് ഒരേ സമയം 6 ഒബ്ജക്റ്റ് എടുത്തുകൊണ്ടുള്ള പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നതിനെ ഡിനോട്ട് ചെയ്യുന്നത് എൻ പി ആർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഈ എൻ പി ആർ എന്ന് പറയുന്നത് അവിടെ ഇങ്ങനെ ഫോർമുല പ്രകാരം നമ്മൾ പറഞ്ഞിരുന്നത് എൻ ഇൻറ്റു എൻ മൈനസ് 1 ഇൻറ്റു എൻ മൈനസ് 2 ഇൻറ്റു എക്സെട്ര എൻ മൈനസ് ആർ പ്ലസ് 1 എന്ന് പറഞ്ഞ കാര്യമാണ്. പക്ഷെ അവിടെ ഒരു കണ്ടീഷൻ കൂടി ഉണ്ടായിരുന്നു. ഒബ്ജക്ട്സ് ഡു നോട്ട് റിപ്പീറ്റ് എന്ന് പറയുന്ന കാര്യം പറഞ്ഞിരുന്നു. രണ്ടാമത്തെ തിയറത്തിലേക്ക് പോകുമ്പോൾ ഇവിടെ എന്താണ് കണ്ടീഷൻ? വേർ റിപ്പീറ്റേഷൻ ഈസ് അലൗഡ്. റിപ്പീറ്റേഷൻ അലൗഡ് ആയിട്ടാണ് വരുന്നത് എങ്കിൽ എൻ പി ആർ എന്ന് പറയുന്നത് എന്തായിരിക്കും? എൻ റൈസ് ടു ആറിന് തുല്യമായിരിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത റോസ് എന്ന് പറയുന്ന വേർഡ്, അതിൻ്റെ 4 ലെറ്ററുകൾ ഒരേ സമയം നമ്മൾ എടുത്തുകൊണ്ട് റിപ്പീറ്റേഷൻ അലൗഡ് ആണെങ്കിൽ മീനിങ് ഉള്ളതോ മീനിങ് ഇല്ലാത്തതോ ആയ എത്ര വേർഡ്സുകൾ ക്രിയേറ്റ് ചെയ്യാം? ഇങ്ങനെ ഒരു ചോദ്യം വന്നിരുന്നുവെങ്കിൽ നമ്മൾ അവിടെ കണക്ട് ചെയ്യേണ്ടത് എൻ എന്ന് പറയുന്നത് റോസിലുള്ള ലെറ്റേഴ്സിൻ്റെ എണ്ണം 4 എണ്ണം. ഒരേ സമയം നമ്മൾ എടുക്കുന്നത് 4 ലെറ്ററും നമ്മൾ ഒരേ സമയം എടുക്കുന്നുണ്ട്. ഇനി വാക്കന്റ് പ്ലേസ് ഫില്ലിംഗ് ആശയത്തിലൂടെയാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ 4 വാക്കന്റ് പ്ലേസ് ഇടും. എല്ലാ ബോക്സും ഫില്ല് ചെയ്യാൻ 4 പോസിബിലിറ്റീസുകളാണ് വരുന്നത്. അതായത് ഇതിൻ്റെ നമ്പർ ഓഫ് വേർഡ്സ് എന്ന് പറയുന്ന ആശയത്തിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ 4 ഇൻറ്റു 4 ഇൻറ്റു 4 ഇൻറ്റു 4 ഇതിങ്ങനെ എഴുതുന്നതിന് പകരം എന്ത് എഴുതിയാൽ മതി? 4 റൈസ് ടു 4 എന്ന് പറഞ്ഞ കാര്യം എഴുതിയാൽ മതിയായിരുന്നു. ഈ ഒരു ലോജിക്കാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. നോക്കൂ, എൻ എന്ന് പറയുന്നത് 4, ആർ എന്ന് പറയുന്നത് 4. അപ്പോൾ എൻ റൈസ് ടു ആർ എന്ന് പറഞ്ഞ കാര്യം എഴുതിയാൽ എന്താ കിട്ടുക? 4 റൈസ് ടു 4. നമ്മൾ വാക്കന്റ് പ്ലേസ് ഫില്ല് ചെയ്ത് ചെയ്താലും 4 റൈസ് ടു 4 എന്ന് പറഞ്ഞ ആശയം തന്നെയാണ്. അപ്പോൾ ഒരു കാര്യം ഓർമ്മയിൽ വെച്ചാൽ മതി, നിങ്ങൾക്ക് തന്നിരിക്കുന്ന വേർഡിലെ ഒബ്ജക്റ്റുകളെല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആണ്. ചോദ്യത്തിൽ റിപ്പീറ്റേഷൻ അലൗഡ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർമുല എൻ റൈസ് ടു ആർ ആണ്. റിപ്പീറ്റേഷൻ അലൗഡ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് എന്താണ്? എൻ ഇൻറ്റു എൻ മൈനസ് 1 ഇൻറ്റു എൻ മൈനസ് 2 ഇൻറ്റു എക്സെട്ര എൻ മൈനസ് ആർ പ്ലസ് 1. അത് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഫാക്ടോറിയൽ നൊട്ടേഷൻ പഠിച്ചു കഴിഞ്ഞ് അതിനുശേഷം നമ്മൾ അതിനൊരു ഫോർമുല അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആ ഫോർമുല കണക്ട് ചെയ്താൽ മതി. എൻ പി ആർ ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ ബൈ എൻ മൈനസ് ആർ ഫാക്ടോറിയൽ. അത് കണക്ട് ചെയ്താലും മതി. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എക്സാമ്പിൾ ആണ് തൊട്ട് താഴെ പറഞ്ഞിരിക്കുന്നത്. തിയറം 2മായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് രണ്ടാമത് എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്. ആദ്യം എഴുതി വെച്ചിരിക്കുന്നത് തിയറം 1മായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. എന്തായാലും ഒന്ന് ശ്രദ്ധിക്കൂ. The number of 3-letter words which can be formed by the letters of the word number. നമ്പർ എന്ന് പറയുന്ന ഒരു വേർഡ്, ആ വേർഡിലേക്ക് നിങ്ങൾ ഒബ്സർവ് ചെയ്യുമ്പോൾ തന്നെ എല്ലാ ലെറ്ററും ഡിസ്റ്റിങ്ക്റ്റ് ആണ്. എല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആണ്.
അപ്പോൾ നമ്പർ എന്ന് പറയുന്ന ഒരു വേർഡിന്റെ 3 ലെറ്ററുകൾ ഒരേ സമയം എടുത്തുകൊണ്ടുള്ള അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് 6p3 ആയിരിക്കും. 6ൽ ഒരേ സമയം 3 എടുക്കുന്നു. അപ്പോൾ 6p3 ആണ് വരിക. ഫോർമുല പ്രകാരം 6 ഫാക്ടോറിയൽ ബൈ n-r എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6 - 3 എന്ന് പറഞ്ഞാൽ 3 ആണ് വരിക. അതുകൊണ്ടാണ് ഇവിടെ 3 ഫാക്ടോറിയൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ 6 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ വരും. 4 × 5 × 6 ആണ് വരിക. അതായത് 120 ആൻസർ കിട്ടുന്നു. ഇതേ കാര്യത്തിൽ തന്നെ റിപ്പീറ്റേഷൻ അലൗഡ് ആയിരുന്നുവെങ്കിൽ നമ്മൾ എടുക്കുന്നത് നമ്പർ ഓഫ് വേർഡ്സ് എന്ന് പറയുന്നത് 6³ അതായത് n⁻r. n എന്ന് പറയുന്നത് 6 എണ്ണമാണ് ലെറ്ററുകൾ ഇവിടെ ഉള്ളത്. ഒരേ സമയം 3 എണ്ണമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ n⁻r എന്ന് പറയുമ്പോൾ 6³ എത്ര വരും? 216 വരുന്നു. അപ്പോൾ നമ്മൾ പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷൻ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെട്ട് കഴിഞ്ഞു. അതിൻ്റെ ഫോർമുല എന്ന് പറയുന്ന കാര്യം നമ്മൾ ഡിറൈവ് ചെയ്ത് കഴിഞ്ഞു. ഫാക്ടോറിയൽ നൊട്ടേഷൻ എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കി കഴിഞ്ഞു. അതുമായി കണക്ട് ചെയ്തുകൊണ്ടാണ് NPR എന്ന് പറഞ്ഞ ഫോർമുല നിൽക്കുന്നത്. എല്ലാ ഒബ്ജക്റ്റുകളും ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കുകയും ഒരേ സമയം നമ്മൾ 6 ഒബ്ജക്റ്റുകൾ എടുത്തുകൊണ്ടുള്ള പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നതിനെ NPR എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുന്നു. NPR എന്ന് പറയുന്നത് 2 രീതിയിൽ വരാം. റിപ്പീറ്റേഷൻ അലൗഡ് ആവുന്ന ക്വസ്റ്റ്യൻസുകൾ വരാം. അപ്പോൾ ഫോർമുല n⁻r ആണ്. റിപ്പീറ്റേഷൻ അലൗഡ് അല്ലാത്ത കേസ് വരാം. അത്തരം കേസുകളിൽ NPR എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ബൈ n-r ഫാക്ടോറിയൽ എന്ന് പറയുന്ന കാര്യമാണ്. ഇതിൻ്റെ കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.